ഇറാൻ എന്ന് പറയുന്ന ഒരു ത്രെറ്റ് എന്ന് പറയുന്നത് അവരെന്തോ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയിട്ടില്ല, ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന ആക്രമണോത്സുകമായ അധിനിവേശത്തെ അവർ നിശിതമായി വിമർശിക്കുകയും ആ അധിനിവേശത്തെ ചെറുക്കുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ, ജനകീയ പോപ്പുലർ അപ്രൈസിംഗ് ഉണ്ടോ, അതിനൊക്കെ അവർ സായുധമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇസ്രായേലിനെ നേർക്കുനേരെ ആക്രമിക്കാൻ പോയിട്ടില്ല. അവരൊരു സോവറിൻ കൺട്രിയാണ്. ഇസ്രായേലിൻ്റെ സോവറിനിറ്റിയെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും, ഒരു ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുന്നതിന് പോലും അങ്ങോട്ട് കയറി ആക്രമിക്കാറില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറയുന്നത് ആരാണ്? 100 കണക്കിന് ന്യൂക്ലിയർ വാർഹെഡ്സ് കയ്യിൽ വെച്ച് അത് ലോകത്തോട് വിളിച്ചു പറയാതെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പരിശോധനയും അന്താരാഷ്ട്ര സമൂഹത്തെയോ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെയോ കൊണ്ടോ സമ്മതിപ്പിക്കാതെ അത് പൂഴ്ത്തിവെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് പറയുന്നത് മറ്റൊരു രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. അത് അമേരിക്കയ്ക്ക് അറിയാം, ഇസ്രായേലിനും അറിയാം. അവരുണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ അവർക്ക് പ്ലാനുമില്ല, അവരുടെ പോളിസിയിലെ പെട്ട കാര്യമല്ല. അവർ ഉപയോഗിക്കുന്ന ആണവോർജ്ജം എന്ന് പറയുന്നത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്ത് കാര്യത്തിനാണ്? അപ്പോൾ നാളെ അവർ ബോംബുണ്ടാക്കാൻ അവർക്ക് കഴിയും. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നാൽ അവർ ഈ ഉപരോധത്തിനിടയ്ക്ക് വളർത്തിയെടുത്തൊരു ടെക്നോളജിയാണ്. അതിനവർ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായ അബ്ദുൽ ഖാദർ ഖാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അവർ അവർ തദ്ദേശീയമായിട്ടാണ് അവരുടെ ടെക്നോളജി വികസിപ്പിച്ചെടുത്തുള്ളത്. ഇപ്പോൾ അവർ കുറേ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ കൊന്നു എന്ന് കരുതി നാളെ അവർക്ക് അവരുടെ ന്യൂക്ലിയർ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാനൊരു തടസ്സമില്ല. കാരണം അവർക്ക് ധാരാളം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ വേറെയുണ്ട്. മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ കേന്ദ്രത്തിൽ ബോംബിട്ട് അതിൻ്റെ 2 കെട്ടിടങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ നിഷ്പ്രയാസം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതിനുള്ള ടെക്നോളജി ഉണ്ട്, അതിനുള്ള സയൻറ്റിസ്റ്റുകൾ അവരുടെ കയ്യിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ന്യൂക്ലിയർ സൈറ്റുകൾ ബോംബിട്ട് എങ്ങനെയാണ് തകർത്തിട്ട് അവരുടെ പദ്ധതി അവസാനിപ്പിക്കാൻ കഴിയും? അതില്ല. അത് അപ്രായോഗികമാണ് എന്നാണ് ഈ മാഗ ക്യാമ്പിലെ യുദ്ധവിരുദ്ധരായ ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇറാൻ്റെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ഒരു അണ്ടർ വാല്യുവേഷൻ ഉണ്ട്. ഇപ്പോൾ ഇറാനെയൊക്കെ അങ്ങ് നേർക്കുകയറി ആക്രമിച്ച് അങ്ങ് നിർത്തിക്കളയാം, അവർ പെട്ടെന്ന് സറണ്ടർ ആവും. ഇപ്പോൾ ലൈക്ക് ഇറാഖിൻ വേഷം പോലെ ഖാംനയെ കൊല്ലുക, ഇറാഖിനെ അങ്ങോട്ട് ഇറാനെ അങ്ങ് ഡീസ്റ്റെബിലൈസ് ചെയ്യാം. ഇറാഖിൽ സംഭവിച്ചത് എന്താണ് നമുക്കറിയാം. ഇറാഖ് അധിനിവേശം എന്ന് പറഞ്ഞാൽ 10 വർഷം നീണ്ടുന്ന ഒരു കാര്യമായിരുന്നു. ഇറാഖിൽ സദ്ദാം ഹുസൈനെ കൊന്ന് ആ ഭരണകൂടത്തെ ഇല്ലാതാക്കിയതിന് ശേഷം അവർക്ക് പുതിയൊരു ഭരണകൂടത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞു, അവരുടെ ഒരു പാവ സർക്കാർ കഴിഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായത് എന്താണ്? അവിടെ ഒരു ISIS എന്ന് പറയുന്ന ഒരു പുതിയ ത്രെറ്റ് ഉണ്ടായി. ഇത് ലോകത്തിന് തന്നെ ഭീഷണിയാവുന്നൊരു ഭീകര സംഘടനയ്ക്ക് അവിടെ ഉദയം കുറിച്ചു. മറ്റൊന്ന്, അവിടെയുള്ള സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ മുഴുവൻ പരസ്പരം ആയുധമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാൻ തുടങ്ങി. വലിയ കയോസിലേക്കാണ് ഇറാഖ് പോയത്. ഇപ്പോൾ സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ അമേരിക്ക സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ സിറിയയിൽ പുതിയൊരു ഭരണകൂടം വന്നിട്ടുണ്ട്. അത് ആരുടെയൊക്കെ സപ്പോർട്ട് കൂടിയാണ് വന്നതെന്നുള്ള വരും കാലങ്ങൾ നമുക്ക് മനസ്സിലാകും. അത് അമേരിക്കയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അതിനുണ്ട്. ഇസ്രായേലിനും താല്പര്യമാണ് പുതിയ ഭരണകൂടത്തിൽ. പക്ഷേ കയോസുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ ഈ ഭരണകൂടത്തെ ചേഞ്ച് ചെയ്യുകയാണെന്ന് കരുതുക, അത് അപ്രായോഗികമാണെന്ന് പ്രവാദിക്കുന്നു. ചേഞ്ച് ചെയ്താൽ അവിടെ ഉണ്ടാവുക പലതരത്തിലുള്ള സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ വരും. ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഭരണകൂടം അത്ര ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം, പരസ്പരം അടികളില്ലാതെ പരസ്പരം സംഘർഷങ്ങളില്ലാതെ ആ രാജ്യം നിലനിൽക്കുന്നത്. 9 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അതിൽ പലതരത്തിലുള്ള എത്നിക് വിഭാഗങ്ങളുണ്ട്. അതിൻ്റെ ബോർഡർ പല സ്ഥലത്താണ്. ഒന്ന് തുർക്കിയുമായിട്ട് ബോർഡർ പങ്കിടുന്നു, ഇറാഖുമായി പങ്കിടുന്നു, പാകിസ്ഥാനുമായിട്ട് പോലും ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ട്രംപ് പാകിസ്ഥാൻ്റെ മിലിറ്ററി ചീഫിനെ വിളിച്ച് ഒരു അത്താഴ വിരുന്ന് നടത്തി വൈറ്റ് ഹൗസിൽ. അതിന് തൊട്ട് മുമ്പാണ് മോദിയെയും വിളിച്ചിരുന്നു. മോദി പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തിനാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയെ വിളിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് ഈ ഇറാൻ സംഘർഷം നിലനിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്ലാനാണ് ട്രംപിൻ്റെ മനസ്സിൽ. ഇനി അങ്ങനെ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നാൽ ആരൊക്കെ തങ്ങളുടെ കൂടെ നിൽക്കും? പാകിസ്ഥാൻ കൂടെ ഇറങ്ങുന്നത് നല്ലതാണ്. കാരണം അമേരിക്ക അങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളെ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല. അവരുടെ സപ്പോർട്ട് നേടുക എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സ്ട്രൈക്ക് നേരെ വരിക GCCയിലായിരിക്കും. അത് ട്രംപിൻ്റെ തന്നെ എക്കണോമിക് താല്പര്യങ്ങളെയും ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളെയും ബാധിക്കും. അപ്പോൾ മുമ്പ് പാകിസ്ഥാനുമായിട്ട് ചെറിയ ഉടക്കിലായിരുന്നു ട്രംപ്. പാകിസ്ഥാനുള്ള സൈനിക സഹായങ്ങൾ നിർത്തിവെച്ചിരുന്നപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി വിളിച്ച് വിരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോളിസി ഓൺ ദ ഫ്ലൈ എന്ന് പറയുന്ന പോലെ ഈ വിമാനം പറത്തുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുമല്ലോ, അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടി വന്നാൽ അടിക്കാനാണെങ്കിൽ റെഡിയാണ്. ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ അവിടെ വന്ന് കിടപ്പുണ്ട്, ഫൈറ്ററുകളൊക്കെ സജ്ജമായിട്ട് നിൽപ്പുണ്ട്. അടിക്കേണ്ടി വന്നാൽ അടിക്കാതിരിക്കാം. അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറയാം. നിങ്ങൾ ഒരു തരത്തിലുള്ള ഉപാധിയും ഇല്ലാതെ ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുക, എന്നിട്ട് ഒരു പുതിയ ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കുക. നേരത്തെ ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ കുറേ ഉപരോധങ്ങളൊക്കെ നീക്കി ഇറാൻ മുന്നോട്ട് വന്നുകൊണ്ടാണ് ട്രംപ് വന്ന് ആ കരാറിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ ഈ അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുമായിട്ട് വന്ന് കരാർ ഒപ്പിടുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഒരു കീഴടങ്ങളിൽ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇറാൻ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കുക, ഇറാൻ്റെ ശക്തിയെ ഇസ്രായേൽ
കുറച്ച് കാണുന്നത്. കാരണം ഇറാൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ ഇസ്രായേലിനുമുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ അകത്ത് കയറി അവിടെ ബോംബിടുന്നു, അവരുടെ ന്യൂക്ലിയർ സൈറ്റ്സ് ബോംബിടുന്നു, അവരുടെ സൈനിക മേധാവികളെയും സയൻറ്റിസ്റ്റുകളെയും കൊല്ലുന്നു. ഇറാൻ കൈ കെട്ടി നോക്കി നിൽക്കുമെന്ന് ഇസ്രായേൽ കരുതിയിട്ടില്ല. ഇസ്രായേലിൻ്റെ താല്പര്യക്കാര്യത്തിൽ വേറെയാണ്. പക്ഷേ ആ താല്പര്യമായിരിക്കരുത് അമേരിക്കയ്ക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് ട്രംപ് ക്യാമ്പിലെ ഈ യുദ്ധവിരുദ്ധരായ ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. കാരണം ഇത് നെതന്യാഹുവിന് മാത്രം താല്പര്യമാണ്, യുദ്ധം ചെയ്യുക, യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക, അതുവരെ തൻ്റെ കസേര സംരക്ഷിക്കുക എന്നുള്ളത്. അതിനപ്പുറം ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കി തങ്ങൾക്കുള്ള ത്രെറ്റ് നിർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊരു അപ്രായോഗികവും കാൽപ്പനികവുമായ ഒരു കാര്യമാണെന്നുള്ള കാര്യം അമേരിക്കക്കാർക്ക് പോലും അറിയാം. മറ്റൊന്ന്, ഇതിനൊക്കെ പണം കൊടുക്കുന്ന ആരാണെന്നൊരു ചോദ്യം അമേരിക്കയിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഓൾറെഡി $400 ബില്യൺ ഇസ്രായേലിന് പ്രതിവർഷം അമേരിക്ക കൊടുക്കുകയാണ്. ഈ പൈസ എന്തിനു കൊടുക്കണം, ഈ പണം നമ്മൾ എന്തിന് ഇസ്രായേലിന് കൊടുക്കണം എന്നുള്ള ചോദ്യം അത് ഡെമോക്രാറ്റുകൾക്കിടയിലല്ല, ഈ പറയുന്ന റിപ്പബ്ലിക്കന്മാർക്കിടയിൽ അതിശക്തമായിരിക്കുകയാണ്. ഇത്തരം ഒരു അൺസർട്ടിനിറ്റി അമേരിക്കയ്ക്ക് അകത്തുണ്ട്. അതുകൊണ്ടാണ് ട്രംപിന് ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തത്. ട്രംപ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഒന്ന് വരട്ടി, ഇസ്രായേൽ 4 അടി അടിക്കട്ടെ, അപ്പോൾ വരണ്ട് നമ്മുടെ അടുത്തേക്ക് വരും, നമ്മളോട് യുദ്ധം നിർത്താൻ പറയും, അപ്പോൾ ഞാനൊരു ഡീൽ ബ്രേക്ക് ചെയ്യും, അങ്ങനെ ഇറാനുമായിട്ടുള്ളൊരു കാര്യം ചെയ്യാമെന്നായിരിക്കും അദ്ദേഹം തീരുമാനിക്കേണ്ടാവുക. അത് ഊഹമാണത്, അങ്ങനെ തന്നെയാണോ നമുക്കറിയില്ല. പക്ഷേ ഇറാൻ്റെ തിരിച്ചടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിലും കൂടുതലാണെന്നാണ് കഴിഞ്ഞ രാത്രി കാണുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നത്. ഇപ്പോൾ ടെലവീവിലെ വളരെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുകയാണ്. അവരുടെ മിസൈൽ ഏൽപ്പിക്കുന്ന ഡാമേജ് അത്ര സിവിയർ ആണെന്ന് മനസ്സിലാവുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിനും കേടുപാടുകൾ സംഭവിച്ചതിൻ്റെ വിഷയങ്ങൾ വന്നു. അപ്പോൾ ഇന്നലെ ഇസ്രായേലിൻ്റെ പ്രസിഡൻറ്റ് ഒരു ഇത് നടത്തി, എന്തുകൊണ്ട് ഇറാനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ. അവർ ആശുപത്രികളെ ലക്ഷ്യം വയ്ക്കുന്നു, അവിടെയുള്ള രോഗികളെ ലക്ഷ്യം വയ്ക്കുന്നു, അവിടെയുള്ള ICUവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു എന്നൊക്കെ അദ്ദേഹം വിലപിക്കുന്നുണ്ട്. ഇതാരാണിത് പറയുന്നത്? അതായത് അങ്ങനെ പറയുമ്പോൾ പോലും അതിനെ ആളുകൾ പരിഹാസത്തോടെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യം ധാർമ്മികമായി മോറലി ഒരു തരത്തിലുള്ള വാല്യൂവും ലോകം നൽകാത്ത രീതിയിൽ ഇസ്രായേൽ ധാർമ്മികമായി അധപ്പതിച്ചൊരു സിറ്റുവേഷൻ കൂടിയാണിത്. അതർവൈസ് ഇപ്പോൾ ഇറാനയുടെ വിശദീകരണ പ്രകാരം അത് അവർ ഹോസ്പിറ്റലിനെ അറ്റാക്ക് ചെയ്തല്ല, തൊട്ടടുത്തുള്ളൊരു മിലിറ്ററി ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതാണ് എന്നേ പറയുന്നുള്ളൂ. അവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ല ആശുപത്രിയിൽ. പക്ഷേ അതുപോലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾക്കൊരു മോറൽ സൈഡ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതുപോലും നടക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ അയൺ ഡോം എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ, ആ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ഇത്രയും നാൾ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഞങ്ങൾ സുരക്ഷിതരാണ്. ആ അയൺ ഡോം തന്നെ അവരുടെ സൈനിക ഫെസിലിറ്റി വിൽക്കുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും അവരുടെ ആ സുരക്ഷയെ മുൻനിർത്തിയാണ്. ഒരു മിസൈലും കടത്തിവിടാത്ത ഈ മിസൈൽ ഡിഫൻസ് സംവിധാനം. പക്ഷെ അതിനെ പോലും ഭേദിക്കുന്ന ഇറാൻ മിസൈലുകൾ വരുന്നത്. അതായത് ഇറാൻ എന്ന് പറയുന്ന ഒരു സൈനിക ശക്തിയാണെന്ന് ലോകത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഒരു സൈനിക ശക്തിയാണ് അവർ. പിന്നെ അവർക്ക് അവരുടെ ഉപരോധം നേരിടുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്. ഈ സാമ്പത്തിക ക്രൈസിസ് സൃഷ്ടിക്കുന്ന ഫ്രസ്ട്രേഷൻ മൂലം അവിടുത്തെ ജനങ്ങളിൽ കുറച്ച് പേർ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയായിരിക്കെ തന്നെ ഈ 15 വർഷത്തെ ഉപരോധത്തിന് ശേഷവും അവർ ഇൻടാക്റ്റായി നിൽക്കുന്നു, അവർ പുരോഗതിയിലേക്ക് പോകുന്നു, അവർ സൈനികമായി മെച്ചപ്പെടുന്നു എന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കാൻ ഈ യുദ്ധം ഉപകരിച്ചിട്ടുണ്ട്.